എല്ലാ വീട്ടിലേ ഈ ഒരു സംഭവം നിങ്ങൾ നട്ടുപിടിപ്പിക്കണം കേട്ടോ. ഒരുവിധം പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, ഇത് നമ്മുടെ അഗത്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അഗത്തി വളരെയധികം പോഷകഗുണമുള്ള ഒന്നാണ്. വിറ്റാമിൻ എയുടെ വലിയൊരു സോഴ്സാണ് നമ്മുടെ ഈ ഒരു അഗത്തി ചീര എന്നുള്ളത്. ഇപ്പോൾ ചെറിയൊരു തൈ വെച്ചതാണ്, കണ്ടോ ഇപ്പോൾ ഇത്രത്തോളം ഹൈറ്റിൽ അഗത്തി പോയിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മുടെ മുടി കൊഴിച്ചിലിനും നമ്മുടെ കാൽസ്യക്കുറവിനൊക്കെ ഏറ്റവും നല്ല ഒന്നാണ് നമ്മുടെ ഈ ഒരു അഗത്തി ചീര. നമ്മൾ അകത്തേക്ക് ഭക്ഷണമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ അഗത്തിയുടെ പൂവും ഇലയുമാണ് ഔഷധയോഗ്യം. ഏറ്റവും ഗുണകരമായിട്ട് തീരുന്നത്, ഞാനിപ്പോൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം അതാണ്. പലരിലും കാണുന്നതാണ് നമ്മുടെ തൈറോയിഡിന് ഏറ്റവും നല്ല ഒരു കൺകണ്ട ഔഷധം എന്ന് നമുക്ക് ഈ ഒരു അഗത്തീനെ പറയാം. അഗത്തി നമുക്ക് ഈ അഗത്തിയുടെ ഇല നമുക്ക് ചമ്മന്തിയായിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് കഴിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ, അതിൽ തോരൻ വെച്ച് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്കിതിൻ്റെ ഇല ഒരു 3 തണ്ടെടുത്തിട്ട് നമുക്ക് ചമ്മന്തി അരച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ അഗത്തിയൊക്കെ ഇഷ്ടം പോലെ അവിടെ നിൽക്കുന്നത് കാണാം. അവിടെ നമുക്ക് കന്നുകാലികൾക്ക് ചില ദിവസങ്ങളുണ്ട്, ആ ദിവസങ്ങളിൽ കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാ വീട്ടിലും, അത് മാത്രമല്ല നമ്മൾക്ക് ഈ അഗത്തി എന്ന് പറയുന്നത് നമ്മുടെ ഒരു വീട്ടിൽ നമ്മൾക്ക് ഒരു അഗത്തി എന്ന നിലയ്ക്ക് എല്ലാ വീട്ടിലും നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ അയഡിൻ്റെ പോരായ്മ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ തൈറോയിഡ്, അതുപോലെ തന്നെ കാഴ്ചശക്തി കൂടാനായിട്ട് നമുക്ക് മുരിങ്ങയുടെ ഇലയൊക്കെ നമ്മൾ കഴിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ ഒരു അഗത്തിയുടെ ഇലയും നമുക്ക് തോരൻ വെച്ച് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഇനി നമുക്ക് ദിവസങ്ങളോളം നമുക്ക് ഈ ഒരു മരുന്നായിട്ട് നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല നമുക്ക് ഉണക്കി പൊടിച്ചിട്ട് വെക്കാം. അത് കാലങ്ങളോളം നമുക്ക് ഇരുന്നിട്ട് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം. നമുക്ക് ഒരു നേരം അതൊരു ഒരു ഔഷധമായിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കഴിക്കാം. ചെറിയ കുഞ്ഞുങ്ങൾക്ക് കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഒരു പൊടി, ഒരു സ്പൂണൊക്കെ പൊടി, ഒരു നുള്ളു പൊടി എടുത്താൽ മതി. ആ ഒരു നുള്ളു പൊടിയിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് അതിലൊരു തരി ചേർത്തിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്.